ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. AWS റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ബിഗിനേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് AWS എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സെർവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാർഡ്വെയർ ആവശ്യം വരുമ്പോൾ നമ്മളത് ക്യാഷ് സ്പെൻഡ് ചെയ്ത് വാങ്ങുന്നതിന് പകരം AWS നമുക്കിത് സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മളത് റെന്റ് കൊടുത്തിട്ട് നമുക്കത് ആവശ്യാനുസരണം യൂസ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AWSന്റെ പ്രധാനപ്പെട്ട 3 ക്ലൗഡ് സർവീസ് മോഡൽസിനെ കുറിച്ചാണ്. IaaS ഇൻഫ്രാസ്ട്രക്ചർ ആസ് സർവീസ്, PaaS പ്ലാറ്റ്ഫോം ഓഫ് സർവീസ് ആൻഡ് SaaS സോഫ്റ്റ്വെയർ ആസ് സർവീസ്. അപ്പോൾ നിങ്ങൾ ഡെവോപ്സിൽ അല്ലെങ്കിൽ AWSൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇതിനെപ്പറ്റി മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. ഇന്റർവ്യൂസിലൊക്കെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഓരോന്നും ഇൻഡെപ്ത് ആയിട്ട് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ ഒത്തിരി ലെങ്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കമ്പനിയിൽ പുതിയതായിട്ടൊരു ടു ഡു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഡെവലപ്പേഴ്സ് ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള കോഡ് എഴുതി ഇന്റർഫേസും ബാക്കി എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റേഴ്സിന് കൈമാറും. അവരുടെ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഓപ്പറേഷൻ ടീമിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിപ്ലോയ്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ AWS ആണ് യൂസ് ചെയ്യുന്നത്. AWSന്റെ അടുത്തുനിന്ന് EC2 ഇൻസ്റ്റൻസും ഇലാസ്റ്റിക് ക്ലൗഡ് കമ്പ്യൂട്ട് ഇൻസ്റ്റൻസും അതുപോലെ തന്നെ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് S3 വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ ടു ഡു ആപ്ലിക്കേഷൻ ഒരു മെയിൻ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ AWS നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? EC2 ഇൻസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റോറേജ് S3 നമ്മൾ അവരുടെ അടുത്ത് നിന്ന് റെന്റിന് വാങ്ങിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ, അതായത് നെറ്റ്വർക്ക് സെറ്റപ്പിന് വേണ്ടിയിട്ട് ആമസോണിന്റെ VPC വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡും കൂടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AWSന്റെ പബ്ലിക് ക്ലൗഡിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഐസൊലേറ്റഡ് വിർച്വൽ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു VPC യൂസ് ചെയ്യാൻ കേട്ടോ. അത് നമ്മൾ അപ്കമിങ് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പം നമ്മൾ അവരുടെ 3 സർവീസാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു സർവീസിനകത്ത് ഈ ഒരു ടു ഡു ആപ്ലിക്കേഷനെ റൺ ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഇപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഓപ്പറേഷൻ ടീം ഇത് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് അവർ സെർവർ പ്രൊവിഷനിങ് ചെയ്യണം. അതായത് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നമ്മൾ ഏതാണോ നിങ്ങളുടെ OS, ഇപ്പം ലിനക്സ് AMI നമ്മൾ ആമസോണിന്റെ മെഷീൻ ഇമേജ് ചൂസ് ചെയ്യാം എക്സാമ്പിൾ ആയിട്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ CPU, RAM ഇതെല്ലാം സെറ്റ് ചെയ്ത് ഒരു ഇൻസ്റ്റൻസിനെ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വൺസ് ഈ ഒരു ഇൻസ്റ്റൻസ് റണ്ണിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SSH ത്രൂ നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു മെയിൻ സ്റ്റാക്ക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡിപ്പെൻഡൻസീസ് നമ്മൾ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പം നമ്മുടെ കേസിൽ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആയിട്ട് MongoDB ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ വെബ് സെർവർ ആയിട്ട് ExpressJS ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾ നമ്മുടെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ റിയാക്ട് ആണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഫ്രണ്ട് എൻഡിന്റെ വെബ് സെർവർ കോൺഫിഗർ ചെയ്യണം. ഇപ്പം നമ്മൾ Nginx ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച്. ഫൈനലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൺ ടൈം Node.js ഇൻസ്റ്റാൾ ചെയ്യണം. ഇതുപോലെ തന്നെ നിങ്ങളിപ്പം ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എന്തെങ്കിലും ആമസോണിന്റെ എഗെയിൻ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ S3 സിമ്പിൾ സ്റ്റോറേജ് സർവീസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം നമ്മുടെ സ്റ്റാറ്റിക് ഫയൽസ് CSS ഫയൽസും അതുപോലെ ഇമേജസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ഒബ്ജക്റ്റ് സ്റ്റോറേജ് സർവീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ VPC ഓൾറെഡി റെന്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മുടെ ഈ ഒരു സർവീസസ് EC2 ഇൻസ്റ്റൻസിന്റെ ഏതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള പോർട്ടാണ് ഈ ഒരു ട്രാഫിക്കിന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഒരു അതുപോലെ തന്നെ സെക്യൂരിറ്റി സ്റ്റെപ്പ് ആണെങ്കിലും നെറ്റ്വർക്ക് സെറ്റപ്പ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഇത് ഇപ്പം ഞാനീ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്കൊരു കാര്യം ക്ലിയർ ആണ്. ഈ AWS നമുക്കൊരു ബിൽഡിംഗ് ബ്ലോക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടും. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെ റൺ ചെയ്തെടുക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഇവിടെ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ആപ്ലിക്കേഷനാണെങ്കിലും ഈ ഒരു സെർവർ ഇൻസ്റ്റൻസിനെ ആണെങ്കിലും കോൺഫിഗർ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മിഡിൽ വേസ് തുടങ്ങി ആപ്ലിക്കേഷൻ കോഡ് വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഒരു ഓപ്പറേഷൻ ടീം ആയിരിക്കും അല്ലേ. അപ്പൊ ഇതിൽ നിനക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഇവർ നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് തന്നത്. അതിൽ നിന്ന് നമ്മൾ അതിനെ ഒരു റണ്ണബിൾ ഇൻസ്റ്റൻസ് ആക്കി എടുത്തു. അപ്പോൾ ഇതിനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് സർവീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് മോഡൽ ഇതാണ്, IaaS
ഇൻഫ്രാസ്ട്രക്ചർ ആസ് സർവീസ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, അവരൊരു ഇൻഫ്രാസ്ട്രക്ചർ തന്നു, നമുക്ക് ആവശ്യമുള്ള പോലെ നമ്മൾ ആ സെർവറിനെ അതുപോലെ ബാക്കിയുള്ള സർവീസസിനെയും കോൺഫിഗർ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഡെവലപ്പേഴ്സ് ഉണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് തരും. പക്ഷേ ഇതുപോലെ AWSലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ അറിയുന്ന ഒരു പ്രോപ്പർ ഡിപ്ലോയ്മെന്റ് ടീം ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവരുടെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് സെറ്റപ്പ് യൂസ് ചെയ്യാം. അതായത് നമ്മളിവിടെ നമ്മുടെ ടു ഡു ആപ്ലിക്കേഷനെ ഒരു സിപ്പ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എൻവിറോൺമെന്റ്സിനെയും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ Node.js, റിയാക്ട്, അതുപോലെ തന്നെ അതിനാവശ്യമുള്ള കോൺഫിഗറേഷൻസ് എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യും. അതിന് ഈ AWSന്റെ കേസിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇലാസ്റ്റിക് ബീൻസ്റ്റാക്ക് എന്നുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയും. ഇതൊരു വെബ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് അത് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. എഗെയിൻ അവരുടെ ഒരു സർവീസ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെർവർ സെറ്റപ്പ് നമ്മൾ മാനുവലി ചെയ്യുന്നതിന് പകരം നമ്മുടെ ഒരു മെയിൻ സ്റ്റാക്ക് ആപ്ലിക്കേഷന്റെ ഒരു സിപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ഒരു ഇലാസ്റ്റിക് ബീൻ സ്റ്റാക്കിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇനി ഒരു ഇലാസ്റ്റിക് ബീൻ സ്റ്റാക്ക് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു സെർവർ പ്രൊവിഷനിങ് ചെയ്യുന്നത്. അതായത് ഈ ഒരു EC2 ഇൻസ്റ്റൻസിനെ ലോഞ്ച് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഹെവി ട്രാഫിക് വരുമ്പോൾ നമ്മൾ ലോഡ് ബാലൻസർ ത്രൂ അതിനെ മാനേജ് ചെയ്യണമല്ലേ. അപ്പോൾ ഇലാസ്റ്റിക് ലോഡ് ബാലൻസർ സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രാഫിക്കിനനുസരിച്ചിട്ട് ഓട്ടോ സ്കെയിലിംഗ് ചെയ്യുന്നത്, അതായത് ട്രാഫിക് കൂടുമ്പോൾ കൂടുതൽ സെർവേഴ്സിനെ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്നതും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ എല്ലാ കോൺഫിഗറേഷനും ചെയ്യുന്നത് ഈ ഒരു ഇലാസ്റ്റിക് ബീൻ സ്റ്റാക്ക് ആയിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രീം ലൈൻ ഡിപ്ലോയ്മെന്റ് സർവീസ് അതിനനുസരിച്ചിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഇലാസ്റ്റിക് ബീൻ സ്റ്റാക്ക് എൻവിറോൺമെന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ഡാറ്റാബേസ്, ഇപ്പം നിങ്ങൾ ആമസോണിന്റെ തന്നെ റിലേഷണൽ ഡാറ്റാബേസ് സർവീസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഗസ്റ്റിലാണെങ്കിൽ MongoDB ക്ലസ്റ്റർ ഉണ്ട്, അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നതെല്ലാം ഇതാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ IaaSനെ ഇൻഫ്രാസ്ട്രക്ചർ സർവീസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് മേലെ കൺട്രോൾ കുറവായിരിക്കും. അതായത് നമുക്ക് കൂടുതലും നമ്മുടെ പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി സ്കെയിലിംഗ് കോൺഫിഗറേഷൻ കാര്യങ്ങളിലൊന്നും നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരു അബ്സ്ട്രാക്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്കെയിലിംഗ്, പാസിംഗ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മൾ സിംപ്ലി കോൺഫിഗറേഷനും അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനും അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഈ ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സോ അല്ലെങ്കിൽ ടൈമോ ഇല്ല. നമുക്കിതൊരു സോഫ്റ്റ്വെയർ ആയിട്ട് കിട്ടണം, അതായത് ഒരു റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ ആയിട്ട് കിട്ടണം. നമ്മൾക്ക് ഇതിന്റെ മേലെ ടൈം സ്പെൻഡ് ചെയ്യാനില്ല. നമ്മൾ പണം മുടക്കി ആ സോഫ്റ്റ്വെയറിനെ തന്നെ റെന്റിന് എടുക്കുക എന്ന് വിചാരിച്ചോ. അപ്പൊ അതാണ് സോഫ്റ്റ്വെയർ ആ സർവീസ്. അതായത് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ അബ്സ്ട്രാക്ഷൻ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മുടെ കമ്പനിക്ക് ആവശ്യമുണ്ടെങ്കിൽ, സപ്പോസ് ഈ SaaS സൊല്യൂഷന്റെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തന്നെ വിചാരിക്കുക. അപ്പം ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് തരുന്നത്. നമ്മൾ ഒരു കാര്യവും നേരത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിനെ ആണെങ്കിലും ആപ്ലിക്കേഷൻ കോഡിനെ ആണെങ്കിലും നമ്മളല്ല ക്രിയേറ്റ് ചെയ്ത് മാനേജ് ചെയ്യുന്നത്, എല്ലാം ഈ ഒരു പ്രൊവൈഡർ ആയിരിക്കും ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ആ സർവീസിനെ സബ്സ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ റോൾ എന്താ, നമ്മൾ എൻഡ് യൂസർ ആണ്. നമ്മൾ ഒരു കാര്യവും മാനേജ് ചെയ്യുന്നില്ല, ജസ്റ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവരാണ്. നമ്മുടെ ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു SaaS സൊല്യൂഷൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു Asana പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറുന്നു, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് ടാസ്കുകൾ ആഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ SaaS പ്രൊവൈഡേഴ്സ് ആയിരിക്കും ഇതിന്റെ ബാക്കിലുള്ള എല്ലാ കോംപ്ലക്സിറ്റീസിനെയും മാനേജ് ചെയ്യുന്നത്. അതായത് അവരുടെ അണ്ടർലൈൻ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞ IaaSലും PSSനും പാർട്ടായിട്ട് ഞാൻ പറഞ്ഞ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ കോമ്പിനേഷനും അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ കോഡിനെ ക്രിയേറ്റ് ചെയ്ത് മാനേജ് ചെയ്യുന്നതും, അതുകൂടാതെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ബാക്കപ്പ്, സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കാര്യങ്ങളും, അങ്ങനെ എല്ലാം മാനേജ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ മുൻപിലേക്ക് വരുന്നത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. ആക്ച്വലി AWS ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മുടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞതായിട്ട് അതും കൂടെ മനസ്സിൽ വെച്ചേക്കുക.
ഇനി ഒരു ഒരു റിയൽ ടൈം കേസിലേക്ക് വരുമ്പം സാസ് സൊല്യൂഷൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആമസോൺ ക്വിക്ക് സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഇന്റലിജൻസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പം മെയിലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആമസോൺ വർക്ക് മെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല ഒരുപാട് സർവീസസ് ഉണ്ട് ഡയറക്റ്റ് സോഫ്റ്റ്വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു 3 സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയില്ലേ? അതായത് ഒന്ന് നമ്മുടെ കയ്യിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ ഉള്ളത്. ഫസ്റ്റ് സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസിൽ അവിടെ ഒരു ഇൻസ്റ്റൻസ് മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. കംപ്ലീറ്റ് കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് ആ ഒരു ഇൻസ്റ്റൻസിനെ കോൺഫിഗർ ചെയ്ത് ലോഞ്ച് ചെയ്യുന്നതും നമ്മുടെ ആപ്ലിക്കേഷൻ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മളാണ്. രണ്ടാമത്തെ കേസിൽ അവര് നമുക്കൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വേണ്ടിയിട്ട് അവരാണ് ആപ്ലിക്കേഷന്റെ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുന്നത്. മൂന്നാമത്തെ കേസിൽ ആപ്ലിക്കേഷൻ തന്നെ അവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മൂന്നുമാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഈ 3 സർവീസസ് AWSന്റെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സെഷൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. താങ്ക്